ഹായ് എവറി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ബിസി ബാബു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ മേഖലയാണ്. എന്ത്? സെക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, പലർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ഭാഗം തന്നെയാണ് സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. പലരും അത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് പഠിക്കാറാണ് പതിവാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ആ ഒരു ടെൻഷൻ വേണ്ട. നമ്മൾ ഇന്ന് സെക്ഷൻ 66, അതായത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത് സെക്ഷൻ 66ന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സെക്ഷൻസ് ആണ്. അതായത് A മുതൽ F വരെയുള്ള സെക്ഷൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു പോകും. വെറുതെ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിൻ്റെ ഉത്തരം പറഞ്ഞായിരിക്കില്ല, ആ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ആയിട്ടുള്ള സെക്ഷൻ എങ്ങനെ വന്നു എന്ന് ചെറിയൊരു ടിപ്പ് വഴി, അതായത് ഒരു കോഡ് പോലെ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നതിന് കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാമത് സെക്ഷൻ 66ലുള്ള അണ്ടറിൽ വരുന്ന ഏതൊക്കെ സെക്ഷൻസ് ആ ABCDEF, ഇത്രയും സെക്ഷൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെയൊക്കെ സെക്ഷൻ 66 എന്ന് കേൾക്കുമ്പോൾ അത് ഹാക്കിംഗ് ആയിരുന്നു അല്ലെ, ഹാക്കിങ്ങിന്റെ സെക്ഷൻ ആണെന്നാണ് കരുതിയിരുന്നത്. പിന്നീട് അത് മാറ്റി കമ്പ്യൂട്ടറിന്റെ ഫാക്ട്സിൽ വരുന്ന കുറച്ച് സെക്ഷൻസ് ആയിട്ടായിട്ട് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. നോക്കിക്കേ, ഫസ്റ്റ് ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് സെക്ഷൻസ് ഓഫ് ദി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഡീൽസ് വിത്ത് ദ സൈബർ ടെററിസം. അതായത് സൈബർ ടെററിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൈബർ ടെററിസത്തിനകത്ത് IT ആക്ട് പ്രകാരം ഏത് ശിക്ഷാ നിയമമാണ് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു, സെക്ഷൻ 66 ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന്. ഓക്കെ, അതിന് മുന്നേ തന്നെ എന്താണ് സൈബർ ടെററിസം എന്ന് അറിഞ്ഞിരിക്കണം. എന്താ സൈബർ ടെററിസം എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്റർനെറ്റോ കമ്പ്യൂട്ടറോ നെറ്റ്വർക്കോ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ സിസ്റ്റംസോ അല്ലെങ്കിൽ ബാങ്കുകളോ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയുള്ള ശിക്ഷാ നിയമം, അതിനെതിരെയാണ് നമ്മളെന്ന് പറഞ്ഞാൽ സൈബർ ടെററിസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെതിരെ IT ആക്ട് പ്രകാരം ഏത് സെക്ഷൻ ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത്? സെക്ഷൻ 66ന്റെ അണ്ടറിലുള്ളതാണ് നമ്മൾ പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. സെക്ഷൻ 66B ഉണ്ട്, സെക്ഷൻ 66F ഉണ്ട്. അപ്പൊ ഇതിന് എന്തായിരിക്കും ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലേ. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 66F ആണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടായിരിക്കും സെക്ഷൻ 66F ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത്? കാരണം ജനങ്ങളിലേക്ക് അവരൊരു പേടി കൊടുക്കുന്നുണ്ട്, ഒരു ഫിയർ അവിടെ കൊടുക്കുന്നുണ്ട്. ഓർത്തു വെക്കുക, ആ ഒരു കോഡ് വെച്ച് പഠിച്ചു പോക്കണം. സൈബർ ടെററിസം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം കോഡ് കണ്ടത് ഒരു പേടി, ജനങ്ങളിലേക്ക് ഒരു ഭയം അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സെക്ഷൻ 66Fനെ നമുക്കൊരു കോഡ് പോലെ, ഒരു ഫിയർ പോലെ എന്തായിരിക്കും വേണ്ടത്? സൈബർ ടെററിസം. ഓക്കെ, ഇപ്പോഴേ പഠിച്ചു വെക്കണം. സെക്ഷൻ 66F എന്ന് പറഞ്ഞാൽ സൈബർ ടെററിസം ആണ്. അവിടെ എന്തൊരുക്കുന്നുണ്ട്? ഒരു പേടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് പഠിച്ചു പോകത്തില്ലേ? അപ്പോൾ ഇത് ഓർത്ത് വെച്ചത് പഠിക്കുക. സെക്ഷൻ 66F എന്ന് പറഞ്ഞാൽ സൈബർ ടെററിസം ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് കൺവേർട്ടഡ് അണ്ടർ സെക്ഷൻ 66A ഓഫ് ദ ഇൻഫോർമേഷൻ ടെക്നോളജി IT ആക്ട് 2000. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ 66A കുറിച്ചാണ്. ഓക്കെ, സെക്ഷൻ 66A കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ F എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് സെക്ഷൻ 66A എന്താണെന്നാണ്. നമുക്ക് 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഹാക്കിംഗ് വരുന്നുണ്ട്, സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സസ് ഡോക്യുമെന്റ്സ്, ഐഡന്റിറ്റി തിഫ്റ്റ്. എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 66നകത്ത് ചിലപ്പോൾ ഹാക്കിംഗ് ആയിരുന്നു. പിന്നീട് 2018 ആയപ്പോൾ അത് മാറ്റി എന്താക്കി? കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആയിട്ട് നമ്മൾ എന്താക്കി? സെക്ഷൻസ് 66നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഹാക്കിംഗ് നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. പിന്നെ എന്തായിരിക്കും ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. എന്താ? സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. ഓക്കെ, സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ടു ദ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. പക്ഷെ ഇത് ഓൾറെഡി നമ്മുടെ എന്തുണ്ടായിരുന്നു? ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഇത് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പല PSC പരീക്ഷകൾ നമുക്ക് കാണാൻ സാധിക്കും. 2024 LDC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ? സെക്ഷൻ 66ുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസുകൾ, ഒഫൻസീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള ശിക്ഷാ നിയമമാണ് IT ആക്ടിൽ ഏത്? സെക്ഷൻ 66FA എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, സെക്ഷൻ 66A എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്യൂസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ, അതായത് ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള IT ആക്ട് പ്രകാരമുള്ള ശിക്ഷാ നിയമം ഏതായിരിക്കും? സെക്ഷൻ 66A ആയിരിക്കും. ഓർത്തിരിക്കുക. അപ്പോൾ എന്ത് കോഡ് വെച്ച് നമുക്ക് വിളിക്കാൻ പറ്റും? ഒരു A എന്താണ്? അബ്യൂസീവ് മെസ്സേജസ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാമല്ലോ, സെക്ഷൻ 66A എന്താ വരുന്നത്?
ഒഫൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ മെസ്സേജുകൾ അയക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമുക്ക് എന്ത് വെച്ച് പഠിക്കാൻ പറ്റും? എ എന്ന് പറഞ്ഞാൽ എന്താ? അബ്യൂസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പഠിച്ചു? സെക്ഷൻ 66F പഠിച്ചു. അവിടെ എന്തുണ്ട്? ഒരു പേര് നടത്തുന്നുണ്ട്. അതെന്തിൻ്റെ ആയിരുന്നു? സൈബർ ടെററിസം ആയിരുന്നു, മറക്കരുത്. അടുത്തത് എന്താ പഠിച്ചത്? സെക്ഷൻ 66A പഠിച്ചു. അവിടെ എന്താ നിയമം വരുന്നത്? ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള നിയമമാണ് 2000 IT ആക്ട് പ്രകാരമുള്ള നിയമമാണ് എന്ത്? അബ്യൂസീവ് ഉള്ള മെസ്സേജുകളൊക്കെ ആണെങ്കിൽ എന്താണ് അതൊക്കെയും സെക്ഷൻ 66A ആയിരിക്കും. ഇപ്പൊ തന്നെ പഠിച്ചു നോക്കോ. സെക്ഷൻ 66A എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്യൂസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് പഠിക്കരുത്, എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ പഠിക്കാം. ഓക്കെ, അടുത്തത് എന്താ ചോദിച്ചിട്ട് നോക്കിക്കേ. Punishment for a cheating by personalization by using computer resources is defined under which section of an IT Act? അതായത് നമ്മൾക്ക് എന്താ ചോദ്യത്തിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താ ഇതിന്റെ അർത്ഥമാക്കുന്നത്? നമ്മൾ അറിയാതെ തന്നെ, അതായത് ഇന്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ പറ്റിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നടിച്ചു. ഇപ്പോൾ ബാങ്കിൽ നിന്ന് വിളിക്കുവാണ്, നിങ്ങളുടെ ബാങ്കിങ് ലോൺ പാസ്സായിട്ടുണ്ട്, ഒരു OTP വരും, അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ട്രസ്റ്റഡ് പേഴ്സൺ ആയിട്ട് വിളിക്കുകയാണെങ്കിൽ അതിനെയാണ് ഈ പേഴ്സണലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ചീറ്റിങ്ങിന് IT ആക്ട് പ്രകാരം ഏത് ശിക്ഷാ നിയമമായിരിക്കും? അപ്പോൾ പലരും വിചാരിക്കും അത് ഐഡന്റിറ്റി തീഫ്റ്റ് അല്ലേ, അങ്ങനെ വരില്ലേ? പക്ഷെ അതൊന്നിനും ഒരിക്കലും അങ്ങനെ വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൻ 66ന്റെ അണ്ടറിലുള്ളതാണ് പറയുന്നത്. ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് 66ന്റെ അണ്ടറിൽ വരുന്നത്? C വരുന്നുണ്ട്, D വരുന്നുണ്ട്, F വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ നോക്കാം അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കോഡ് വെച്ചാണ് പഠിച്ചു പോകുന്നതെന്ന്. അപ്പൊ എന്തായിരിക്കും ആൻസർ എന്ന് നോക്കിക്കേ. ഏതാണ് സെക്ഷൻ 66ന്റെ അണ്ടറിൽ വരുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ D, അതായത് സെക്ഷൻ 66D ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെക്ഷൻ 66D ആണ് നമ്മുടെ ആൻസർ. നോക്കിക്കേ, അവിടെ എന്തുകൊണ്ടാണ് ഡീനെ നമുക്ക് ആൻസർ എടുക്കുന്നത്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേഴ്സൺ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു എന്താണ് പേഴ്സണലൈസേഷൻ എന്ന്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അതിൽ ഉണ്ടാവും അതിന്റെ ആൻസർ എന്താണെന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മളോട് പേഴ്സണലൈസേഷൻ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നടിച്ച്. നോക്കിക്കേ, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലെ നടിച്ച്. എന്താ? ഒരു ബാങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോൺ പാസ്സായെന്ന് പറഞ്ഞ് നമ്മുടെ ട്രസ്റ്റഡ് പേഴ്സണെ പോലെ നടിച്ച് നമ്മളെ വിളിച്ച് നമ്മുടെ OTP ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണല്ലേ. അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി പറ്റിക്കുകയാണെങ്കിൽ എന്താ? ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, സെക്ഷൻ 66D എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണലൈസേഷൻ ആണ് നടക്കുന്നത്. അതിനെന്താ? ചീറ്റിംഗ് ബൈ എ പേഴ്സണലൈസേഷൻ. എന്ത് സെക്ഷൻ നിയമമായിരിക്കും? സെക്ഷൻ 66D ആണ്. ഓർത്തിരിക്കാനുള്ള കോഡ് ഏതാ? ഡ്യൂപ്ലിക്കേറ്റ് പേഴ്സൺ. ഓക്കെ, അർത്ഥം മനസ്സിലാക്കി പഠിച്ചു പോവുക. സെക്ഷൻ 66Dയിൽ ഡ്യൂപ്ലിക്കേറ്റ് പേഴ്സൺ ആണ് വരുന്നത്. എന്തായിരിക്കും? ചീറ്റിംഗ് ബൈ എ പേഴ്സണലൈസേഷൻ. ഓർത്തിരിക്കുമല്ലോ, മറക്കരുത്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ്, എത്ര സെക്ഷൻ നമ്മൾ പഠിച്ചു വന്നു? സെക്ഷൻ 66A പഠിച്ചു, അതുപോലെ തന്നെ ഏത് പഠിച്ചു? സെക്ഷൻ 66F പഠിച്ചു. F എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? സൈബർ ടെററിസം ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 66A എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? കമന്റ് ചെയ്തേ. സെക്ഷൻ 66Dയിൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഡ്യൂപ്ലിക്കേറ്റ് പേഴ്സൺ. എന്തുകൊണ്ടാ? ചീറ്റിംഗ് ബൈ എ പേഴ്സണലൈസേഷൻ. ഓർത്തിരിക്കുമല്ലോ, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത്, കോഡ് വെച്ച് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നമുക്ക് പഠിക്കാം. അടുത്ത സെക്ഷനിൽ എന്താ നോക്കിക്കേ. വിച്ച് സെക്ഷൻസ് ഓഫ് ദ IT ആക്ട് 2000 ഡീൽസ് വിത്ത് റിസീവിംഗ് എ സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ ദ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്? എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ആദ്യം ഓൾറെഡി പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ അത് ഏത് സെക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് സാധിക്കും. ഓക്കെ, പഠിച്ചിട്ടുണ്ടെങ്കിൽ, സെക്ഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ എ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അതായത് ഒരു കമ്പ്യൂട്ടറോ ഡിവൈസസുകൾ, കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഡിവൈസുകൾ, നമ്മുടെ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഇങ്ങനെയുള്ള ഡിവൈസസുകൾ മോഷ്ടിച്ചുകൊണ്ട് വന്നതാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള IT ആക്ട് പ്രകാരമുള്ള ശിക്ഷാ നിയമം ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? സെക്ഷൻ 66C ഉണ്ട്, B ഉണ്ട്, D ഉണ്ട്, സെക്ഷൻ 65 ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു D എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് പേഴ്സൺ ആണെന്ന് നമുക്കറിയാം. പിന്നെയുള്ളത് 2 കാര്യങ്ങളാണ്, സിയും ഉണ്ട്, ബിയും ഉണ്ട്. ഏതായിരിക്കും വരുന്നത്? അപ്പൊ നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടായിരിക്കും. കാരണം ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് വന്ന ഡിവൈസ് അവിടെ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ബൈ എന്ന് പറയത്തില്ലേ?
ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പഠിച്ചു പോകാം. എങ്കിലും എളുപ്പമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു കമ്പ്യൂട്ടർ, ഒരു ഡിവൈസസുകൾ അവിടെ നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുക, ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിച്ചുകൂടെ? അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും നോക്കിക്കേ. സെക്ഷൻ 66B എന്താ? പണിഷ് എനി പേഴ്സൺ ഹൂ receive or retain a stolen computer resource of the communication ഡിവൈസസുകളായിട്ടുള്ള കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസുകൾ അത് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള ശിക്ഷാ നിയമമാണ് സെക്ഷൻ 66B. അവിടെ എന്ത് ചെയ്യുക? നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, അവിടെ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോഡ് വെച്ച് പഠിച്ചൂടെ? എന്താ സെക്ഷൻ 66B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ബൈ സ്റ്റോളൻ ഡിവൈസസ്. ഓർത്തിരിക്കുക. ഓക്കെ, കാണാതെ പഠിക്കരുത്. കോഡ് എന്താണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ച് എങ്ങനെ ഒരു കോഡ് വെച്ചത് പഠിക്കാമെന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കത്തില്ലേ? അവിടെ സെക്ഷൻ 66 എന്താ വാങ്ങിയ നമ്മളൊരു ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് വന്നത് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയാൻ പറ്റും? സെക്ഷൻ 66Bയുടെ അണ്ടറിൽ വരുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണെന്ന്. ഓക്കെ, അത് പഠിച്ചു പോയല്ലോ. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം 4 സെക്ഷൻസ് പഠിച്ചു. കാണാപ്പാഠം പഠിക്കരുത്, എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. ക്വസ്റ്റ്യൻസ് വായിച്ച് ഏത് സെക്ഷനായിട്ട് റിലേറ്റഡ് ആണെന്ന് കണ്ടുപിടിച്ച് ആ ഒരു കോഡ് വെച്ച് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെക്ഷൻ കൂടെ പഠിച്ചാലോ? ഓക്കെ, അടുത്ത സെക്ഷൻ എന്നാ? അൺഓതറൈസ്ഡ് യൂസസ് ഓഫ് ആൻ അനദർ പേഴ്സൺസ് പാസ്വേഡ് ഓർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇസ് കവേർഡ് അണ്ടർ. ഓക്കെ, ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ സെക്ഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പേഴ്സൺ ഡിസ്കസ് ചെയ്തപ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഏതാ? ഐഡന്റിറ്റി തീഫ്റ്റ് ആയിരിക്കില്ലേന്ന്. ഇത് തന്നെയാണ് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു പേഴ്സന്റെ പാസ്വേഡോ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറോ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ അണ്ടറിൽ വരുന്ന IT ആക്ട് പ്രകാരമുള്ള ശിക്ഷാനിയമം ഏതായിരിക്കും? ഐഡന്റിറ്റി തീഫ്റ്റ് ആണല്ലേ? ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ എന്നതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. എന്താ? സെക്ഷൻ B ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കണ്ടതാണ്. എന്താ? അവിടെ ബൈ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. C എന്തായിരിക്കും? E എന്തായിരിക്കും? അതുകൊണ്ട് F എന്തായിരിക്കും? F നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഫിയർ ആണ്. അത് ഓൾറെഡി പേടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ പേടിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും നോക്കിക്കേ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 66C ആണ് നമ്മുടെ ആൻസർ. അതാ ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? പണിഷസ് എനി പേഴ്സൺ ഹൂ ഫ്രോൺലി ഓർ ഡിസ്കോണസ്റ്റ്ലി യൂസസ് എൻ അനദർ പേഴ്സൺസ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ യൂസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എടുത്തോട്ട് നമ്മളെ പറ്റിക്കുകയാണെങ്കിലോ. ഇപ്പോൾ ഞാനൊരു ബാങ്കിൽ ലോൺ എടുത്തു, വേറൊരാളുടെ പേരില്ല, അയാൾ ഞാനാണെന്ന് നടിച്ചുകൊണ്ട് ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, നമ്മുടെ ഐഡന്റിറ്റിനെയാണ് അവിടെ മിസ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെതിരെയുള്ള ശിക്ഷാ നിയമമായിരിക്കും സെക്ഷൻ 66C, അഥവാ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്ന പോലെ നടിച്ച് അവിടെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് എന്താ? സെക്ഷൻ 66Cയുടെ അണ്ടറിൽ വരുന്ന ഒരു ശിക്ഷാ നിയമമാണ് എന്താ? ഐഡന്റിറ്റി തീഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർത്തു നോക്കുക, ഐഡന്റിറ്റി തീഫ്റ്റ് ഏതായിരിക്കും? സെക്ഷൻ 66Cയുടെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, പഠിച്ചല്ലോ. ഏതായിരിക്കും സെക്ഷൻ 66ന്റെ സിയിൽ വരുന്ന അണ്ടറിൽ ഏതായിരിക്കും വരുന്നത്? ഐഡന്റിറ്റി തീഫ്റ്റ് ആയിരിക്കും. അവിടെ എന്താ? അവിടെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കോപ്പി ചെയ്യുക ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പം നമ്മൾ കുറേ സെക്ഷൻസ് പഠിച്ചു. ആ സെക്ഷൻസ് ഒക്കെ എന്താണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ പഠിക്കണം, മറന്നു പോകരുത്. കോഡ് എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരിക്കും അത് എന്തിനെതിരെയുള്ള ശിക്ഷാ നിയമമാണെന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സെക്ഷൻ നോക്കാം. അടുത്ത സെക്ഷനിൽ എന്താ നോക്കിക്കേ. എ പേഴ്സൺ സീക്രട്ട്ലി റെക്കോർഡ്സ് അനദർ പേഴ്സൺസ് പ്രൈവറ്റ് ഏരിയ ആൻഡ് ഷെയർ ദി ഇമേജ് ഓൺലൈൻ വിച്ച് സെക്ഷൻസ് ഇസ് അപ്ലൈസ്. അതായത് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു പണിഷ്മെന്റ് ആണെങ്കിൽ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ? ഇപ്പം നമ്മൾ അറിയാതെ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്ത് നമ്മളെ ഹറാസ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയുള്ള IT ആക്ട് പ്രകാരമുള്ള ശിക്ഷാ നിയമം. ഓൺലൈനായിട്ട് ഇമേജസ് പ്രചരിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയുള്ള ശിക്ഷാ നിയമം ഏതായിരിക്കും? നോക്കിക്കേ, 4 സെക്ഷൻസ് ഉണ്ട്. B ഉണ്ട്, C ഉണ്ട്, E ഉണ്ട്, F ഉണ്ട്. B ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്താ? അവിടെ ബൈ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അത് വരത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പറഞ്ഞു ഇവിടെ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് നിയമമായിരുന്നു? സെക്ഷൻ 66Bയിൽ എന്താ പറയുന്നത്? ഇലക്ട്രോണിക് ഡിവൈസുകൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. അടുത്ത് ഇവിടെ നമ്മളിപ്പോഴത്തെ കണ്ടു വന്നുള്ളൂ, ഒരു കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താ? കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടല്ലേ, എന്താ? ഒരാളെ കോപ്പി ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ഐഡന്റിറ്റി തീഫ്റ്റ് ആയിരിക്കും വരുന്നത്. മറക്കില്ലല്ലോ. അടുത്തത് പറഞ്ഞത് സെക്ഷൻ 66F ആയിരുന്നു. എന്താ? അവിടെ ഫിയർ ആണ് വരുന്നത്.
ഫിയർ എന്താ, അവിടെ പേടിക്കുകയായിരുന്നു. എന്തായിരിക്കും വരുന്നത്? സൈബർ ടെററിസം ആയിരുന്നു. ഓക്കെ, മറന്നില്ലല്ലോ. കോപ്പി സെക്ഷൻ 66B എന്താ, ബൈ ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്, സ്റ്റോളൻ ഡിവൈസസുകളൊക്കെ എടുക്കുകയായിരുന്നു. അടുത്ത സെക്ഷൻ 66C എന്താ, അവിടെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്, പർട്ണർ പേഴ്സൺ ആയിട്ട് വരുന്നതായിരുന്നു. അടുത്തത് എന്താ, സെക്ഷൻ 66F എന്താ, ഫിയർ ആയിരുന്നു. അവിടെ എന്താ ശിക്ഷാ നിയമമായിരുന്നു? ഓർത്ത് പറഞ്ഞേ, എന്തായിരുന്നു? അവിടെ സൈബർ ടെററിസം ആയിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 66E ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നോക്കിക്കേ, അതെങ്ങനെ ഒരു കോഡ് വെച്ച് പഠിക്കാം. ഒരു ഐ, അതായത് പ്രൈവസി പോലെ ആയിരിക്കും അവിടെ നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ ശരിക്കും പണിഷസ് എനി പേഴ്സൺ ഹൂ capture the publish or transmit the images of the private area of an another person. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഇമേജസ് ഒക്കെ ക്യാപ്ചർ ചെയ്തത് വേറൊരാൾക്ക് അയക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള ശിക്ഷാ നിയമമായിരിക്കും സെക്ഷൻ 66E വരുന്നത്. അവിടെ നമ്മൾ കാണുവാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പഠിക്കുക. പ്രൈവസി അവിടെ കാണുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അവിടെ കണ്ടുകൊണ്ട് ചെയ്യുകയാണ് എന്താ, പ്രൈവസീനെ ബാധിക്കുന്ന ഒരു ശിക്ഷാ നിയമമാണ് അല്ലേ. ഒരു പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള പണിഷ് ഫോർ പേഴ്സൺ ഇന്റർണലി capture, publish or they transmit the images of the private area of another person without their consent, thereby the violating their privacy. Privacy related ആയിട്ടായിരിക്കും. ഓക്കെ, പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ ഏതായിരിക്കും എന്നത്? സെക്ഷൻ 66E ആയിരിക്കും. അവിടെ ഓർക്കുക, ഐ വെച്ച് പഠിക്കുക. ഐ എന്താ, കാണുക ചെയ്യുന്നല്ലേ, കാണുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കാവല്ലോ, സെക്ഷൻ 66E എന്തായിരിക്കും എന്നത്? പ്രൈവസി റിലേറ്റഡ് ആയിരിക്കും. അവിടെ കാണുമായിരിക്കും ചെയ്യുന്നത്. ഇ എന്ന് ഓർക്കുമ്പോൾ എന്തോർക്കണം? ഐനെ ഓർക്കുക. ഐ എന്താ, അവിടെ പ്രൈവസി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ സെക്ഷൻസ് പഠിച്ചു. കുറെ സെക്ഷൻസ് ഏതൊക്കെയായിരുന്നു? സെക്ഷൻ 66A പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു, അതുപോലെ തന്നെ ഡി പഠിച്ചു, എഫ് പഠിച്ചു. ഓരോ സെക്ഷനിലും എന്താണ് പറയുന്നത് മനസ്സിലാക്കണം. കോഡ് വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പെട്ടെന്നൊന്ന് പഠിച്ചു പോയാലോ. ബൈ എന്ന് വെച്ചാൽ എന്താ? സെക്ഷൻ 66Bയിൽ എന്താന്ന് പറയുന്നത്? സ്റ്റോളൻ ഡിവൈസസുകൾ, അതായത് മോഷ്ടിച്ചുകൊണ്ട് വന്ന വസ്തുക്കളാണ്, ഇലക്ട്രോണിക് ഡിവൈസസുകളാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള ശിക്ഷാ നിയമം ഏതിലായിരിക്കും? സെക്ഷൻ 66Bയിലായിരിക്കും. പഠിക്കാനുള്ള ഒരു കോഡ് എന്താ? ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബി എന്ന് ഓർക്കുക, ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത എന്താ? സെക്ഷൻ 66Cയിൽ എന്താ? കോപ്പി ചെയ്യുകയാണല്ലേ. ഒരു ഐഡന്റിറ്റി തീഫ്റ്റ് കോപ്പി ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയുള്ള ശിക്ഷാ ഏതായിരിക്കും? ഐഡന്റിറ്റി തീഫ്റ്റ് ആണ്. പഠിക്കാനുള്ള കോഡ് ഏതാ? ഓർത്ത് വെച്ച് നോക്കിക്കേ, കോപ്പി ചെയ്യുക. സി എന്ന് ഓർക്കുക, കോപ്പി ചെയ്യുക എന്നുള്ളതായിരിക്കും. അടുത്ത ഡി എന്താ? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട്, അതായത് ചീറ്റിംഗ് ബൈ പേഴ്സണൈസേഷൻ. ഓക്കെ, അപ്പോൾ ഓർത്തിക്കത്തില്ലേ, ഡി എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്താ? ചീറ്റിംഗ് ബൈ എ പേഴ്സണൈസേഷൻ. അതായത് ഒരാളെ പോലെ ബാങ്കിൽ നിന്ന് വിളിച്ചു, ഓർത്ത് വെക്കാൻ എക്സാമ്പിളൊക്കെ ഓർത്ത് വെക്കണേ. ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ ലോൺ പാസ്സായി, OTP പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൊരു പേഴ്സൺ ആണല്ലേ. അപ്പോൾ ഓർത്ത് വെക്കുക, ഡി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്. സെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് ബൈ എ പേഴ്സണൈസേഷൻ. ഓർത്തിരിക്കുക. അടുത്തത് എന്താ? സെക്ഷൻ 66E എക്സ്പോസ് ചെയ്യുക. വയലൻസിനുള്ള പ്രൈവസി ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യണമെങ്കിൽ, ഇമേജസ് ഒക്കെ ഷെയർ ചെയ്യണമെങ്കിൽ അത് ഏത് സെക്ഷൻ അണ്ടറിൽ വരും? സെക്ഷൻ 66E. അഥവാ നമുക്ക് ഐ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ പ്രൈവസി എന്ന് വെച്ച് പഠിക്കാം. പ്രൈവസി എന്ന് കേട്ടാലും മതി കേട്ടോ. പ്രൈവസി എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്ക് അറിയത്തില്ലേ, അവിടെ ഇ എന്നൊരു ഉച്ചരിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഈ വെച്ച് വേണമെങ്കിൽ പ്രൈവസി പറയാം. ഐ എന്ന് പറയുമെങ്കിൽ എക്സ്പോസ് ചെയ്യുകയാണ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അടുത്ത എന്താ? ലാസ്റ്റ് വന്ന് പഠിച്ചത് ഏതായിരുന്നു? സെക്ഷൻ 66F ഫിയർ. എന്താ? ഏത് ടെററിസം ആയിരിക്കും? എന്തായിരിക്കും അവിടെ നിങ്ങൾ വേണ്ടത്? സൈബർ ടെററിസം ആയിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ഓർത്തിരിക്കുക. എഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ഫിയർ, ജനങ്ങളിലേക്ക് ഒരു പേടി കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ജനങ്ങളിലേക്ക് ഒരു ഭയം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ? അവിടെ ഫിയർ ആണ് നടക്കുന്നത്. ഏത് കുറ്റകൃത്യമായിരിക്കും? സൈബർ ടെററിസം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കോഡ് വെച്ച് ഈ ഒരു സെക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പിച്ചല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ ഈ ഒരു കോഡ് വെച്ച് നമ്മൾ പഠിച്ചു പോയി കാണുമല്ലോ. ഏതൊക്കെ സെക്ഷൻസ്? സെക്ഷൻ 66ന്റെ അണ്ടറിൽ വരുന്ന ഇത്രയും സെക്ഷൻസ് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു പോകത്തില്ലേ. ഓക്കെ, അപ്പോൾ ഒരിക്കലും കാണാൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, തുടക്കം തൊട്ടേ പറയുന്നതാണ്, ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് പഠിക്കരുത്. എന്താ മനസ്സിലാക്കണം? കോഡ് ഇതുപോലെ കൊച്ചു കോഡുകൾ വെച്ച് നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റും. അതുപോലെ തന്നെ എക്സാമിന് വരുമ്പോൾ എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള സെഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഇത്തരത്തിലുള്ള വേറെ സെഷൻസിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് മുഴുവനായി കാണണം. നോക്കിക്കേ, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് നമ്മുടെ CCയിൽ ഇത് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.